അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാം മതം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് തഖ്വയുള്ളവരായി മാറാനാണ്. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നുള്ള കൃത്യമായ നിർദ്ദേശത്തോടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം ഒരുക്കിയിരിക്കുന്നത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടെയുണ്ടാകുന്ന മനുഷ്യർ തഖ്വയുള്ളവരാണ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അറിയുക, തീർച്ചയായും അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ് എന്നാണ് സൂറത്തുൽ ബഖറയുടെ 194-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ഹശ്റിലെ അവസാന ഭാഗത്തുള്ള സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നാണ്. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വയുള്ളവരായി മാറുക എന്നുള്ളത് നമ്മുടെ വിജയത്തിനാണ് കാരണമായി മാറുന്നത്. അള്ളാഹുവിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുകയോ അതല്ലെങ്കിൽ നമ്മൾ തഖ്വയില്ലാത്തവരാണെങ്കിൽ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നാം വിജയിക്കണമോ, നാം പരലോകത്ത് രക്ഷപ്പെടണമോ, നാം ദുനിയാവിൽ നല്ലവരാകണമോ എങ്കിൽ ഈ തഖ്വയുടെ ബോധമുണ്ടാവണം എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താണ് തഖ്വ, എന്താണ് തഖ്വ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. കല്ലും മുള്ളും പൊടിപടലങ്ങളും നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ തട്ടാതെ, നമ്മുടെ വസ്ത്രങ്ങളിലാവാതെ നാം കാണിക്കുന്ന ഒരു സൂക്ഷ്മതയില്ലേ, ഒരു ജാഗ്രതയില്ലേ, അതിൻ്റെ പേരാണ് തഖ്വ. ഒരുപാട് തിന്മകൾ പൊടിപടലങ്ങളായി പാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, അത് നമ്മളെ ബാധിക്കാതെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ആ ജീവിത ശൈലിയുടെ പേരാണ് തഖ്വ. അത് ഏതെങ്കിലും ഒരു വേഷവിധാനത്തിൻ്റെ പേരല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാട്ടിക്കൂട്ടലിൻ്റെ പേരല്ല. ഇന്ന് എല്ലാം കാട്ടിക്കൂട്ടലായി മാറിയിരിക്കുന്ന ഒരു ലോകത്ത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ജാഗ്രതയും പടച്ചവനെക്കുറിച്ചുള്ള സൂക്ഷ്മതയും ആണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവും തഖ്വയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ. തഖ്വ എന്ന് പറയുന്നത് മഹാനായ അള്ളാഹുവിനെ ഭയപ്പെടലാണ്. വൽ അമലു ബിത്തൻസീൽ, വേദഗ്രന്ഥം അനുസരിച്ച് പ്രവർത്തിക്കലാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതിൽ തൃപ്തിപ്പെടലാണ്. പടച്ചവൻ നമുക്ക് കുറഞ്ഞ വിഭവങ്ങളാണ് തന്നതെങ്കിൽ അതിൽ തൃപ്തിപ്പെടലാണ്. വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ, നമ്മുടെ മടക്കയാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തലാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഒരു നിശ്ചിത സമയം ഈ ഭൂമിയിൽ കണക്കാക്കിയിട്ടുണ്ട്.
അത് 4-ാമത്തെ മാസം നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് റൂഹൂതുന്ന സമയത്ത് കണക്കാക്കിയ സമയമാണ്. അതൊരു സെക്കൻഡ് അപ്പുറം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പുറം ആക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ തഖ്വ എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ഇടക്കിടക്ക് പരിശോധിക്കേണ്ടത്. ഒരു കവി പാടിയിട്ടുണ്ട്, ഇബ്നുൽ മുതസ് എന്ന് പറയുന്ന കവി. ഖല്ലി ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവൽ തുഖാ വസ്ന കമാസിൻ ഫൗക അർളിസ് ശൗകി യഹ്ദറു മാ യറാ ലാ തഹഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ്വാ ഖല്ലി ദുനൂബ സഗീറഹ ചെറുതാകട്ടെ വകബീറഹ ഫഹുവൽ തുഖാ ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ തെറ്റുകൾ വർജിക്കണം. തഖ്വയാണ് നിങ്ങളെ ആ തെറ്റിൽ നിന്ന് തടയുന്നത്. വസ്ന കമാസിൻ ഫൗക അർളിസ് ശൗകി യഹ്ദറു മാ യറാ മുൾപ്പാതയിലൂടെ നടന്നു പോകുന്നവനെ പോലെ കരുതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള പ്രയാണം നിങ്ങൾ തുടരുക. ലാ തഹഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ്വാ നിങ്ങൾ ചെറിയ തെറ്റുകളൊന്നും നിസ്സാരമായി കരുതരുത്. കാരണം ചെറിയ ചെറിയ കല്ലുകൾ ചേർന്നാണ് വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ഈ ശ്രദ്ധയുടെ, ഈ ജാഗ്രതയുടെ, ഈ സൂക്ഷ്മതയുടെ പേരാണ് തഖ്വ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തഖ്വ വർദ്ധിപ്പിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ രൂഢമൂലമാക്കണം. റമദാനിലെ വ്രതാനുഷ്ഠാനം നടത്തണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, സദഖ ചെയ്യണം എന്നൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ അത് ഇസ്ലാം കാര്യമായും ഈമാൻ കാര്യമായും ഒക്കെ പഠിപ്പിച്ചു തന്നത് ഈ ജാഗ്രതയും ഈ തഖ്വയും ഈ സൂക്ഷ്മതയും നമുക്കുണ്ടാവാൻ വേണ്ടിയാണ്. കാരണം ഇൻ തസ്ബിറു വതത്തഖു ലാ യളുറുക്കും കൈദുഹും ശൈഅ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ തഖ്വ കൈക്കൊള്ളുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രമൊന്നും തന്നെ നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്നതല്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ എല്ലാ വശവും അറിയുന്നവൻ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും വലയം ചെയ്യുന്നവനാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ദുനിയാവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇൻ തസ്ബിറു വതത്തഖു വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസത്തി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ നിമിഷം ശത്രുക്കൾ വന്നെത്തുകയുമാണെങ്കിൽ നിങ്ങൾക്കവൻ സഹായം നൽകും. ആയിരക്കണക്കിന് അടയാളം വെക്കപ്പെട്ട മലാഖമാർ മുഖേന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന് തഖ്വയുള്ള ക്ഷമാലുക്കളായ ആളുകളെപ്പറ്റി അള്ളാഹു പ്രതീക്ഷ നൽകുകയാണ്. പക്ഷേ നമ്മുടെ തഖ്വയുടെ കുറവ് കൊണ്ട്, നമ്മുടെ ക്ഷമയുടെ കുറവ് കൊണ്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് ഞങ്ങൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. നമ്മൾ ഇനി എന്തിന്, എന്നോടെന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കായി മാറിപ്പോവുകയാണ്. ഉർവത്ത് ബിൻ സുബൈറിൻ്റെ ആ ഒരു ചെറിയ നമുക്കറിയാവുന്ന ലഘു ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈറിൻ്റെ കാലിന് പഴുപ്പ് ബാധിച്ച് കാല് മുറിച്ചു മാറ്റണം എന്ന് വൈദ്യന്മാർ കൽപ്പിച്ചു. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്താണ് അതിനുവേണ്ടി തയ്യാറെടുത്ത് അവിടത്തേക്ക് വരികയായിരുന്ന മകൻ കുതിരപ്പുറത്തുനിന്ന് വാഹനപ്പുറത്തുനിന്ന് വീണിട്ട് മരിച്ചു പോകുന്നത്. അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത്, അത് കാല് മുറിച്ചു മാറ്റുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് ഈ വിവരം ബന്ധുക്കൾ അദ്ദേഹത്തെ അറിയിച്ചു. ഇങ്ങനെ മകൻ വരുന്ന വഴിക്ക് വീണ് മരിച്ചു പോയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേറെ നിവൃത്തിയില്ല. അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും അത് നേരിടുക എന്നല്ലാതെ
നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. അങ്ങനെ കാല് മുറിച്ചു മാറ്റി മുറിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഒരു തൈലം പുരട്ടാൻ നോക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണിത്? അപ്പം പറഞ്ഞത്, ഈ തൈലം പുരട്ടിയാൽ നിങ്ങൾക്ക് ഒരു മരവിപ്പുണ്ടാവും, പിന്നെ മുറിക്കുമ്പോൾ വേദന അറിയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ വേദന സഹിച്ചോളാം. കാരണം സഹിക്കുന്ന ഓരോ വേദനക്കും പകരമായി എൻ്റെ ഓരോ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് ഞാൻ വേദന സഹിച്ചോളാം, നിങ്ങളത് പുരട്ടേണ്ടതില്ല. വേദന കടിച്ചു പിടിച്ച് അത് മുറിച്ച് മാറ്റുന്നത് വരെ അദ്ദേഹം നിന്നു. മരുന്ന് വെച്ച് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുറിച്ചു മാറ്റപ്പെട്ട കാല് ഒളിപ്പിച്ച് മറമാടാൻ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ആ കാല് കയ്യിൽ വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കാലേ, ഞാൻ നിന്നെ ഉപയോഗിച്ച് നന്മയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. വെയിലെന്നോ മഴയെന്നോ പരിഗണിക്കാതെ ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിന്നെ ഉപയോഗിച്ച് നടന്നു പോയിട്ടുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഈ കാലിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നീയും ഞാനും വേറിട്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാല് കൊടുത്തേക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, അള്ളാഹുവേ, നീ എനിക്ക് 4 മക്കളെ തന്നു, അതിലൊരു മോനെ നീ തിരിച്ചെടുത്തു. ലക്കൽ ഹംദ്, നിനക്കാകുന്നു സർവസ്തുതിയും. അള്ളാഹുവേ, നീ എനിക്ക് 4 അവയവങ്ങൾ, 2 കാല് 2 കൈയൊക്കെ തന്നു, ഒന്ന് നീ തിരിച്ചെടുത്തു. ലക്കൽ ഹംദ്, നിനക്കാകുന്നു സർവസ്തുതിയും. 4 തിരിച്ചെടുത്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. 4 മക്കളെ നീ തിരിച്ചു വിളിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാലും 2 കൈയും 2 കാലും നീ അങ്ങ് തിരിച്ചെടുത്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ലോകത്തൊരാൾക്കും. പക്ഷേ നീ അത് ചെയ്തില്ലല്ലോ, നീ 3 ബാക്കിയാക്കി തന്നില്ലേ. അല്ലാഹുമ്മ ലഖദ് ഇബ്തലൈതനി, അല്ലാഹുവേ, നീ എന്നെ വല്ലാത്തൊരു പരീക്ഷണമാണ് പരീക്ഷിച്ചത്. ഫലത്വാലമ ആഫൈതനി, എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആഫിയത്താണ് നീ എനിക്ക് നൽകിയത്. അതൊരു നിസ്സാര കാര്യമല്ല. തഖ്വയുള്ള മനസ്സിൽ നിന്നേ അങ്ങനെയുള്ള വാക്കുകൾ വരികയുള്ളൂ. നമുക്ക് വരാത്തത് അതിൻ്റെ അഭാവം കൊണ്ടാണ്. അള്ളാഹു നല്ല തഖ്വയുള്ള മനുഷ്യരായി ജീവിച്ച് മരിക്കുവാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.